ഇന്നലെ മുതൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമൃത സുരേഷിൻ്റെ മകൾ അവന്തിക, അപ്പു എന്നാണ്, സോറി പാപ്പു എന്നാണ് ആ കുട്ടീനെ വിളിപ്പേര്. ആ കുട്ടി ആദ്യം ഒരു വീഡിയോ ഇടുന്നു. അതിൽ തൻ്റെ അച്ഛനായ ബാല തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നും തനിക്ക് ചെറുപ്പത്തിൽ മെൻ്റൽ ട്രോമ ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുള്ള ആളാണെന്നും കോടതി മുറിയിൽ വെച്ച് തന്നെ വലിച്ചയച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയ ആളാണെന്നൊക്കെ ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ആ കുട്ടി 12 വയസ്സുള്ള ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അതിൽ ആ ഒരു കുഞ്ഞ് പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മയല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനും എൻ്റെ കുടുംബവും ഇത്രയും കാലം അനുഭവിച്ച ട്രോമയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നൊക്കെ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു തവണ ചെറുപ്പത്തിൽ ഒരു തവണ അമ്മയെ ലാക്കാക്കി അച്ഛൻ എറിഞ്ഞ ഒരു ഒബ്ജക്റ്റ് തൻ്റെ മേൽ കൊള്ളാതെ അമ്മ തട്ടിക്കളഞ്ഞ ആ ഒരു കാര്യം പോലും ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് കാണുന്ന ആൾക്കാർ ആ കുട്ടിക്ക് 12 വയസ്സേ ഉള്ളൂ. 3 വയസ്സായപ്പം അച്ഛനും അമ്മയും പിരിഞ്ഞു. 3 വയസ്സൊക്കെയുള്ള കുട്ടി എങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കുന്നുള്ള ചോദ്യം ഒരു എന്താ പറയുക, $100 million ക്വസ്റ്റിനൊക്കെയാണ് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല. നമുക്കൊരു 3 വയസ്സുള്ള 2.5 വയസ്സുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. അത് നമ്മളുമായിട്ട് അത്രയും കണക്റ്റഡ് ആണെങ്കിൽ. ഇതെന്ന് വെച്ചാൽ വളരെ ഷോക്കിംഗ് ആയിട്ടൊരു സംഭവമാണ് അല്ലേ. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നു, പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു, വളരെ മോശമായിട്ടുള്ളൊരു കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഈ ചെറിയ കുട്ടി അതിന് വിറ്റ്നസ് ആവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ് അത്. ആ കുട്ടി അത് ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു അത്ഭുതവും തോന്നാനില്ല. അത് വെച്ചിട്ട് എല്ലാവരും അമൃതയെ ജഡ്ജ് ചെയ്യുകയാണ്, പാപ്പുവിനെ ജഡ്ജ് ചെയ്യണം. അമൃത എന്ന് പറഞ്ഞ അമ്മ ദുഷ്ടയാണ്, ചീത്തയാണ്, ഈ കുട്ടീനെ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അമ്മയെപ്പോലെ തന്നെ മകളും കള്ളിയാണെന്ന രീതിയിൽ വളരെ വളരെ മോശമായ രീതിയിലാണ് ആ കുട്ടിക്കെതിരെ ഇപ്പോൾ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ വന്നു ബാലയുടെ വീഡിയോ. ബാല പിന്നെ നിങ്ങൾക്കറിയാലോ, വളരെ വളരെ ഇമോഷണലായ അപ്രോച്ചാണ് എല്ലാ കാര്യത്തിലും ചെയ്യുക. പല സമയത്തും ആൾക്ക് ഒരു കിളി പോയ ഒരു അവസ്ഥയാണ് ആൾക്ക് പലപ്പോഴും. ഈ പ്രാവശ്യം വന്നിരിക്കുന്നു വളരെ 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 ഇമോഷണലായിട്ടൊരു വീഡിയോ ആണ്. ഇനി പാപ്പു, നിൻ്റെ കാര്യത്തിൽ ഇനി ഡാഡി ഇല്ല, നിനക്ക് പപ്പയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാർട്ട് ബ്രേക്ക്, ഒരു എന്താ പറയുക, വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെ മിക്കവാറും വന്നിരിക്കുന്ന ഒക്കെ ബാലയെ സപ്പോർട്ട് ചെയ്യും. പാപ്പുവിനെ അവളുടെ അമ്മയായ അമൃത സുരേഷിനെ കേസ് കൊണ്ടുള്ള അവരെ തെറി പറഞ്ഞുകൊണ്ടുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ കണ്ടു അമൃത സുരേഷ് അമൃതഗമ്മ എന്ന് പറഞ്ഞ അവരുടെ ചാനലിൽ ഒരു 30 മിനിറ്റ് നീണ്ട ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. എനിക്ക് വളരെ എന്താ പറയുക, അവരും ഇതേപോലത്തെ വളരെ ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ സംസാരിക്കുന്നതൊക്കെ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ്. അവർ ഇത്രയും കാലം പറയാണ്ടിരുന്ന പല കാര്യങ്ങളും പറഞ്ഞു. ചോര തുപ്പി ബാലയുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് കിടന്നത് മുതൽ, അതൊക്കെ സഹിച്ചും അവിടെ നിന്നത് മുതൽ, ബാലയുടെ 2ാമത്തെ ഭാര്യയാണ് താൻ, 1ാമത്തെ ഭാര്യയല്ല എന്നും, 18 വയസ്സിലാണ് തൻ്റെ കല്യാണം കഴിഞ്ഞത്, കല്യാണം നിശ്ചയിച്ചതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഓൾറെഡി ചന്ദന, ഫുൾ നെയിം എനിക്ക് വിട്ടു, ഒരു കന്നഡക്കാരിയാണ്. ചന്ദന എന്ന് പറയുന്നത്, ചന്ദന പ്ലസ് എന്താ സത്യദാസോ സംതിങ്, എനിക്ക് ആ പേര് വിട്ടുപോയി, മറന്നുപോയി. ആ ഒരു പെൺകുട്ടിയാണ് ആദ്യം കല്യാണം കഴിച്ചതെന്നും താൻ 2ാമത്തെ ഭാര്യയാണെന്നും അത് തനിക്ക് അറിയില്ലായിരുന്നു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആ കാര്യം അറിഞ്ഞതെന്നും. പക്ഷേ അന്ന് 18 വയസ്സുള്ള കുട്ടിയാണല്ലേ, അപ്പം അന്നുള്ള ഒരു തനിക്ക് ആ മെച്യൂരിറ്റി ഇല്ലായിരുന്നെന്നും, ബാലയോടുള്ള ഇഷ്ടം കാരണം, താൻ ആദ്യമായി പ്രേമിച്ച ആളുള്ള ഇഷ്ടം കാരണം തൻ്റെ വീട്ടുകാരൊക്കെ മുഴുവൻ എതിർത്തിട്ടും ബാലയെ വിവാഹം കഴിച്ച കാര്യമൊക്കെ അമൃത പറയുന്നുണ്ട്. അതിനുശേഷം ബാലയുടെ കൂടെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് മോശം അനുഭവങ്ങളിൽ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും എന്താ നടക്കുന്നത് ഇവിടെ? അമൃത ബാലയെ കുട്ടിയെ കാണിച്ചില്ല, കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തു, അച്ഛനെതിരെ പറയിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ 2 സ്ത്രീകൾ, ഒരു ടീനേജറാണ് ഇപ്പം പാപ്പു, ആ കുട്ടിയെക്കുറിച്ചും കുട്ടിയുടെ അമ്മയെക്കുറിച്ചും വളരെ മോശമുള്ള കമൻസാണ്
നമ്മുടെ സൈബർ ലോകം സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. എന്തൊരു മോശമാണല്ലേ. ഇപ്പം അമൃത എന്ന് പറഞ്ഞ കുട്ടിക്ക് ആൾക്ക് 34 വയസ്സേ ഉള്ളൂ. 12 വയസ്സിലെ കുട്ടിയുണ്ട്. 10-12 വയസ്സിലെങ്ങും കല്യാണം കഴിഞ്ഞു. അന്ന് ആ ടീനേജിൽ എല്ലാവരും എതിർത്തുകൊണ്ടാണ് ബാലയെ കല്യാണം കഴിച്ചത്. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ അവർ കോടികൾ അവരുടെ കയ്യിൽ നിന്ന് ജീവനാംശം വാങ്ങിയെന്നാണ്. പക്ഷേ അതുപോലെ സ്വർണ്ണമൊക്കെ ബാല അങ്ങോട്ട് കൊടുത്താണ് കല്യാണം കഴിച്ചെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വിത്ത് ഫാക്ട്സ് ആണ് അമൃത പറയുന്നത്. തൻ്റെ ഇളമക്കരയിലുണ്ടായിരുന്ന വീട് വിറ്റിട്ടാണ് തൻ്റെ അച്ഛന് ഓർണമെൻറ്റ്സ് ഒക്കെ തന്നത്. ആ ഓർണമെൻറ്റ്സും തൻ്റെ വണ്ടിയും അടക്കം ബാലയുടെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് താൻ പോകുന്നത്. പിന്നെ കോടികളൊന്നുമല്ല ജീവനാംശം, എൻ്റെയും എൻ്റെ കുട്ടിയുടെയും ജീവിതമാണ് പോയിരിക്കുന്നത്. അതിന് ക്യാഷ് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ കോടികളൊന്നുമല്ല. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് ഇതേപോലെ സൈബർ അറ്റാക്ക് വല്ലാതെ വന്നപ്പം അതിന് കുറച്ച് കാലം മുമ്പ് ബാല തൻ്റെ 2 വക്കീലന്മാർ ലീഗൽ ഫാമിലി കോർട്ടിലുണ്ടായിരുന്ന തൻ്റെ 2 വക്കീലന്മാരെ കൊണ്ടിരുത്തി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാല എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, എന്നെ കുട്ടീനെ കാണിക്കുന്നില്ല എന്ന്. അതിൻ്റെ കാര്യം നിജസ്ഥിതി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ കുട്ടിയെ കാണുന്നതിന് മുമ്പ് ബാല ഒരു മെയിൽ ചെയ്യണം അമൃതയ്ക്ക്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തവണ കോടതിയിൽ പോയിട്ടുണ്ട് കുട്ടീനെ കാണിക്കാൻ വേണ്ടി. 2 തവണയും ബാല വന്നിട്ടില്ല. പിന്നെ ഒരിക്കലും അയാൾ കുട്ടിയെ കാണാൻ ശ്രമിച്ചിട്ടുമില്ല. പകരം ചെയ്തിരിക്കുന്നതൊക്കെ എന്താ, എന്നെ കുട്ടിയെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമൃതയ്ക്കെതിരെ, അമൃതയുടെ ഫാമിലിക്കെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഭയങ്കര ഇമോഷണൽ നാടകം കളിക്കുകയാണ് ബാല ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് വളരെ വിഷമമാണ് കേട്ടോ. ഒരു ഡിവോഴ്സ്ഡ് ആയ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീക്കെതിരെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും അവളെ ജീവിക്കാൻ അനുവദിക്കാതെ, അവളുടെ കൂടെയുള്ള തൻ്റെ മകളെ ജീവിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ പിന്നാലെ നടക്കുന്ന ഒരു നാർസിസ്റ്റിക് സ്വഭാവത്തിനുടമയാണ് ബാല എന്നുള്ളത് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ ഒരാൾ പെരുമാറും. അവർ കല്യാണം കഴിഞ്ഞു, അവർ വിട്ടേക്കാന്നല്ല വിചാരിക്കേണ്ടതില്ല. ഏറ്റവും വലിയ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഡിവോഴ്സിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് അമൃത സുരേഷ് ഗോപി സുന്ദറുമായിട്ടുള്ളൊരു അഫെയർ ഉണ്ടാകുന്നത്. അവർ ലിവിങ് ടുഗെദർ ആയിരുന്നു. പക്ഷേ അതിന് എത്രയോ കാലം മുമ്പ്, അതായത് അമൃത ഗോപി സുന്ദറുമായിട്ട് ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിന് കുറേ കാലം മുമ്പ് തന്നെ ബാല എലിസബത്തിനെ കല്യാണം കഴിച്ചിരുന്നു. അയാൾ കല്യാണം കഴിച്ചിട്ട് 3ാമതും കല്യാണം കഴിച്ച് സെറ്റിൽഡായി. അതും കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് അമൃത ഗോപി സുന്ദറുമായിട്ട് അഫെയറിലാവുന്നത്. അപ്പം ബാല കല്യാണം കഴിച്ചത് അവർക്കൊരു പ്രശ്നമല്ല, ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷേ അമൃത ഗോപി സുന്ദറിനോട് ലിവിങ് ടുഗെദർ നടത്തുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനെതിരെ ഈ കുട്ടിക്ക് അപ്പോഴും സ്ലട്ട് ഷെയ്മിങ് ആണ്, അമൃതയ്ക്കെതിരെ സ്ലട്ട് ഷെയ്മിങ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് എന്തൊരു കഷ്ടമാണ് ആക്ച്വലി. അപ്പോൾ അമൃത ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്ത തെറ്റെന്താണ്? 18 വയസ്സിൽ കല്യാണം കഴിച്ചതാണ് തെറ്റ്. അത് കഴിഞ്ഞ് കുറേ വർഷത്തിന് ശേഷം ഭംഗിയ തലക്കിലുള്ള ആൾ, അതായത് ബാല കല്യാണം കഴിച്ചല്ലോ, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. അതിന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗോപിയുമായിട്ട് അടുപ്പത്തിലായതാണോ പ്രശ്നം? പിന്നെ ഗോപിയുമായിട്ടുള്ള കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നപ്പം അവർ സന്തോഷപൂർവ്വം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിക്ക് അവരത് ആ ബന്ധം രണ്ടുപേരും ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതേപോലെ ചെടി വാരി അറിയാനൊന്നതുമില്ലല്ലോ. പക്ഷെ ബാല ചെയ്യുന്നത് എന്താ, ഡിവോഴ്സ് ആയിട്ട് കഴിഞ്ഞിട്ടും എക്സ് വൈഫിനെയും അതിലുണ്ടായിരുന്ന കുട്ടീനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ മോശമാണ്. ബാല ചെയ്യുന്നത് എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഓഡിയൻസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സാധാരണ മലയാളികൾ എന്ന നിലയ്ക്ക് എന്തിനാണ് ഒരു സ്ത്രീയും അവരുടെ ടീനേജറെയും നമ്മൾ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് മിണ്ടാണ്ടിരുന്നൂടെ, ഒന്നുമില്ലെങ്കിലും, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരെ ജീവിക്കാൻ വിടുക. അതേ അമൃത പറയുന്നുള്ളൂ. ഞങ്ങൾ ഈ 4 സ്ത്രീകൾ, അതായത് അമൃത, അമൃതയുടെ അനിയത്തി, അമൃതയുടെ അമ്മ, ഈ ഒരു പെൺകുട്ടി, ഈ 4 പേരടങ്ങുന്ന സ്ത്രീകൾ മാത്രമുള്ളൊരു കുടുംബം ഞങ്ങൾ എങ്ങനെയോ ജീവിക്കുകയാണ്. എല്ലാവരും പറയുന്നു ഞങ്ങൾ ഭയങ്കര അഹങ്കാരമാണ്, ഈഗോ, ആറ്റിറ്റ്യൂഡ്, ജാടാന്നൊക്കെ. അത് പുറമെ അണിയുന്നൊരു മുഖംമൂടിയാണ്. കാരണം 14 നമ്മൾ പിന്നെ എല്ലാവർക്കും അതിനെ അറിയാമല്ലോ. 18 വയസ്സിലൊരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല 34 വയസ്സാകുമ്പോഴേക്കും. 18 വയസ്സിലെ ഒരു അയ്യോ പാവം കളി 34 വയസ്സിലൊരു സിംഗിൾ മദറിന് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ആറ്റിറ്റ്യൂഡും കുറച്ച് കുറച്ച് ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു മെക്കാനിസം ഒക്കെ ഉണ്ടാവും. ഇതേപോലെ അവർ ലൈം ലൈറ്റിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്നൊന്നുമല്ല. നമ്മൾ ആരാണ് അവരെ ജഡ്ജ് ചെയ്യുന്നത് അല്ലേ? അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. പിന്നെ ഇതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് ബാലയുടെ 3ാം വിവാഹമാണ് എലിസബത്ത്, താൻ 2ാം വിവാഹമാണെന്ന് ഇതുവരെ അമൃത പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്രയും മോശം കാര്യം? സ്വന്തം മകളെ വരെ സൈബർ ബുള്ളിങ് ഇട്ടെടുക്കുന്ന രീതിയിൽ ബാല വീഡിയോസ് ഉണ്ടാക്കാനും ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് അമൃത സംസാരിക്കേണ്ടി വരുന്നത്.
ഞാൻ പറയുന്നത് ബാല പറയുന്നത് മുഴുവൻ കേൾക്കും. പക്ഷേ അമൃത അവരുടെ വക്കീലിനടക്കം അവിടുന്ന് കോടതിയിൽ നിന്ന് കിട്ടിയ പകർപ്പവകാശം ബാല എഴുതി കൊടുത്ത സാങ്കേതിക സാധനങ്ങളടക്കം നിർത്തിയിട്ട് അവർ ഫാക്റ്റ് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, ഇങ്ങനെയാണ് കോടതി വിധി പ്രകാരം ഇങ്ങനെയാണ്, അത് ബാലയും സംബന്ധിച്ചുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവർ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആ ഒരു എല്ലാ പ്രൂഫും വെച്ച് കാണിച്ച് സംസാരിച്ചിട്ടും നമ്മൾ അവരെ വിശ്വസിക്കുന്നില്ല, അമൃതയെ വിശ്വസിക്കുന്നില്ല. പകരം ചുമ്മാ വന്ന് ഇമോഷണൽ ഡ്രാമ കാണിക്കുന്ന ഒരാളെ, അയാളുടെ ഒരാണാണെന്നുള്ള പ്രിവിലേജ് അയാൾക്കുണ്ട്, അവരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ അവരെ വെറുതെ വിട്ടേക്കുക, അതല്ലേ നല്ലത്.